നമ്മള് കലാകാരിയെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോ ചേച്ചി പറഞ്ഞായിരുന്നു നമ്മളോട്, ഏത്, ഞാൻ സ്റ്റേജിലേക്ക് വരും, ഞാൻ കാണിച്ചു തരാം. കാരണം നമ്മള് ചേച്ചിയുടെ എന്താ പറയാ പാത പിന്തുടർന്നുകൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്, മനസ്സിലായില്ലേ? ഞാൻ ഫസ്റ്റ് ടൈം ആക്ച്വലി കലാകാരിലേക്ക് വേണ്ടി ആങ്കർ ചെയ്യുമ്പം ഞാൻ ആങ്കർ ചെയ്തത് സുധ ചേച്ചിയുടെ കൂടെയാണ്. ആൻഡ് സിൻസ് ദെൻ I've been able to be a part of all Kalakarli Unotsavams, and I think it's a privilege for me, and I'm very happy about it. And anytime we can always do it together again. Also, keeping these things aside, Sudha Chechi or adipoli paattukariyanu. You know that? Oh, I didn't know that. Huh? ഞാൻ പാടുന്നില്ല. ഇത്രയും നേരം പാടണം പാടണം എന്ന് പറഞ്ഞ ജിബിൻ ഇപ്പൊ പാട്ട് പാടണ്ട, എന്താല്ലേ? ശരിക്കുള്ള പാട്ടുകാരെ കാണുമ്പോൾ ഉള്ള പ്രശ്നമാണിത് ജിബിന്. കുഴപ്പമില്ല, സാറില്ല, ചെറിയൊരു പേടിപ്പനി, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പൊ നമുക്കെന്നാ വേദി ചേച്ചിക്ക് കൊടുക്കാം. അതെ, പ്ലീസ് ഗിവ് ഇറ്റ് അപ്പ് ഫോർ സുധ ചേച്ചി ഫോർ എ വെരി 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 ബ്യൂട്ടിഫുൾ സോങ്. ചേച്ചി പാടിക്കോ, ഞങ്ങളുടെ പണി നിർത്തിക്കരുത് പ്ലീസ്. ഹലോ, എന്നെ അറിയുന്നവർ പല പേരും ഉണ്ട്. Can I have a applause for me? Thank you. ഞാനിങ്ങനെ ചോദിച്ച് മേടിക്കും കേട്ടോ, അങ്ങനെ ഒരു ശീലമാണ് എനിക്ക്. ഈ ഇയർ ശരിക്കും ഇവിടെ പെർഫോം ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം അതിൻ്റെ ചെറിയൊരു സങ്കടം ഉണ്ടായിരുന്നു. ഡേ ബിഫോർ യെസ്റ്റർഡേ ചിത്ര വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി ഒന്ന് എന്തെങ്കിലും ഒരു പ്രോഗ്രാം ചെയ്യുമെന്ന്. അപ്പോൾ ഐ തോട്ട് ഡാൻസൊന്നും പറ്റില്ലല്ലോ പെട്ടെന്ന്. അപ്പം നിനക്ക് ചെറുതായിട്ടൊരു കഴിവ് ദൈവം തന്നിട്ടുണ്ടെന്ന് തോന്നണു എനിക്ക്. ചെറുതായി പാട്ടൊക്കെ പാടും, പിന്നെ ബോറടിപ്പിക്കാൻ പോകുന്നില്ല ഞാൻ സത്യമായിട്ടും. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, ഞാൻ പാടാം, നിങ്ങളും ചേർന്ന് പാടും. അപ്പം ഇത് ജസ്റ്റ് ഒരു ഫില്ലറായിട്ടാണ് എന്നെ കൊണ്ടുവന്നിരിക്കണേ. കഴിച്ചവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. കഴിച്ചു കഴിഞ്ഞോ? ഓ, ഉഷാറായി. കഴിക്കാത്തവർ ഒത്തിരി പേരുണ്ടല്ലോ. അപ്പോൾ പാട്ടൊക്കെ വരുമോ അറിയില്ല. എനിവേ, വിൽ ജസ്റ്റ് ട്രൈ. ഓക്കെ, സോ ഐ എം നോട്ട് ഗോയിങ് ടു സിങ് ദ ഹോൾ സോങ്. ഞാൻ അനുപല്ലവി പാടാം. ഓക്കെ, സോ യു ഹാവ് ടു ക്യാച്ച് ദ പല്ലവി ആൻഡ് സിങ്. ഡൺ? അയ്യോ, ആരും ഒന്ന് കൈപൊക്കി ഒരു സൗണ്ടൊക്കെ തരണപ്പാ. ഓക്കെ, വെരി ഗുഡ്, സോ സ്വീറ്റ്. ഡൺ ഡൺ ഡൺ. ഇതെല്ലാം പഴയ പാട്ടായിരിക്കും, എന്തായാലും എൻ്റെ ഏജിലുള്ള പാട്ടാണ് കേട്ടോ. സോ ഐ വിൽ സ്റ്റാർട്ട് വിത്ത് ദിസ്. ഒരു മുറി മാത്രമെൻ തുറക്കാതെ വയ്ക്കാം ഞാൻ, അതികൂടമെന്തിനിൽ ആരാമത്തിൽ. ഒരു മുറി മാത്രമെൻ തുറക്കാതെ വയ്ക്കാം ഞാൻ, അതികൂടമെന്നൂടെ ആരാമത്തിൽ. നിനക്കുറങ്ങിടുവാൻ പുഷ്പത്തിൻ തൽപ്പമാകും ഞാൻ വിരിക്കാം. എന്തു പാട്ടാ? പാടിക്കോ. മൈക്ക് കൊടുക്കണേ, മൈക്ക് അങ്ങോട്ട് കൊടുക്കണേ. പല്ലവി പാടിക്കോ, എല്ലാവരും കൂടെ ചേർന്ന് പാടാട്ടോ. ആരാ പാടുന്ന? കൈപോക്കിക്കേ, കൈപോക്ക്. ആരോ അവിടെ കൈപോക്കിയ പാടിക്കോ. ഒരു പുഷ്പം മാത്രമെൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ ചെവിയിൽ മൂളാൻ. ഓക്കെ, ആർക്കും ഒരു ഇൻട്രസ്റ്റും ഇല്ലാത്തതുകൊണ്ട് ഞാനങ്ങ് ഇറങ്ങട്ടെ. ഞാൻ ഇറങ്ങിക്കോട്ടെ? വേണ്ട, ഇനിയും വേണോ? താമരപ്പൂ നീ ദൂരെ കണ്ടുമോയിച്ചു, അപ്പോൾ താഴെ ഞാൻ എത്തി ചെന്നു പൂ പൊട്ടിച്ചു. പിന്നെ തണ്ടലോല താമര ഞാൻ കണ്ടതു എപ്പോൾ, പിന്നെ നിൻ കവിളിൽ കണ്ടു മറ്റൊരു താമര കാട്, പിന്നെ നിൻ കവിളിൽ
താമര കാട്. വിച്ച് സോങ്? മൈക്ക് 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 പ്ലീസ്. മൈക്ക് നീ അവിടെ കൊടുത്തിട്ട് പോയിക്കോ. ഗസ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ? പാട്ടറിയില്ല. പഠിക്കോളൂ പഠിക്കോളൂ. ഞാൻ വലിയ സിംഗർ ഒന്നും അല്ലല്ലോ, ഞാൻ നിന്ന് പാടുന്നില്ലേ ധൈര്യത്തിൽ. ആരും വെള്ളം അന്നു നമ്മളൊന്നായി തുഴഞ്ഞില്ലേ, കൊതുമ്പു വെള്ളം നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരുക്കിൻ വെള്ളം. ഇത് കഴിഞ്ഞ് ഭയങ്കര ഹൈപ്പിച്ച, അതുകൊണ്ട് നിർത്തുക. നെക്സ്റ്റ് സോങ്. ഓക്കെ. താരകയോ നീല താമരയോ നിൻ താരണി കണ്ണിൽ കതിർ ചൊരിഞ്ഞു. ആർക്കും കിട്ടിയോ? കിട്ടിയോ പാട്ട്? ഇല്ലേ? കിട്ടി. ആ മൈക്ക് മൈക്ക് മൈക്കൂ മൈക്ക് മൈക്ക്. ഗീതാൻറ്റി. സുധാൻറ്റി എന്നെ അടിച്ചോടിക്കി വിടുന്നു. ആർക്കാ മൈക്ക് വേണ്ടത്? ഗീതാൻറ്റിക്ക്. ഗീതാൻറ്റിക്ക്. അങ്ങനെ escape ചെയ്യാൻ പറ്റില്ല. ആ ചന്ദ്രികയിൽ അലിയുന്നു ചന്ദ്രകാന്തം, നെഞ്ചിരിയിൽ അലിയുന്നെൻ ജീവരാഗം. എല്ലാവരും ഉറക്കത്തിലാന്ന് മനസ്സിലായി. ഈ പാട്ട് നോക്കാം നമുക്ക്, ആർക്കറിയണം. മുകളിൽ ജില 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 ജിലങ്കമോടെ മുകിൽ പൂ വിടത്തും പൊൻകുടക്കിഴേ. മുകളിൽ ജില 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 ജിലങ്കമോടെ മുകിൽ പൂ വിടത്തും പൊൻകുടക്കിഴേ. വരല്ലേ നീ വരമാലേ തരല്ലേ താമരത്താലി തയ്യാറേ തയ്യാറേ താരേ. ഒന്നിച്ചു പാടിയാലോ? കദളി ചെങ്കദളി പെൺകദളി പൂവേണോ, കവിളിൻ പൂമതമുള്ളൊരു പെൺപൂവേണോ പൂക്കാരാ. പാടിക്കേ, പാട്. ആ കദളി കൺകദളി ചെങ്കദളി പൂവേണോ, കവിളിൻ പൂമതമുള്ളൊരു പെൺപൂവേണോ പൂക്കാരാ. പിന്നെ ഞാൻ ഇതൊന്ന് ഇൻട്രസ്റ്റിംഗ് ആക്കട്ടെ. ബാബാ അടുത്ത സോങ് ഗസ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു സമ്മാനം ഞാൻ തരുന്നതായിരിക്കും. എന്റെ കയ്യിൽ ഇല്ലാത്തോണ്ടാ ഞാൻ തരാത്തതോ. മോന്റെ കയ്യിലുണ്ട്, വാങ്ങിച്ചു. ഓക്കെ, സെറ്റ് അല്ലേ? ആ ഇപ്പൊ ഒന്ന് ഇൻട്രസ്റ്റിംഗ് ആക്കാം. മണി വിളക്ക് വേണ്ട മുകിൽ കാണേണ്ട ഈ പ്രേമ സല്ലാപം, കളി പറഞ്ഞിറക്കി കിളി തുടങ്ങിയല്ലോ സല്ലാപ സംഗീതം. ഇരു കരളുകളിൽ വിരുന്നു വന്നു മായാത്ത മധുമാസം. ഓക്കെ, കുറച്ച് ആൾക്കാർ കൈപോക്കിയിട്ടുണ്ട്. ആർക്കാ വേണ്ടേ? ഇത് ഭയങ്കര ഈസി ആയിട്ടുള്ളൂ. ഇത് തന്നെ പാടാനായിരുന്നു ചേച്ചി ഞാൻ പറഞ്ഞപ്പം. കുഴപ്പമില്ല, നമുക്ക് ആർക്ക് കൊടുക്കാം. ആ ആർക്കാ വേണ്ട? ആദ്യം ഓക്കെ. നീ മധു പകരൂ മലച്ചൊരിയു അനുരാഗ പൗർണമിയേ. വെരി നൈസ്. ആ ചേച്ചി കൊടുത്തേക്കണേ. ഗിഫ്റ്റിന് ഞാൻ കൊടുക്കേണ്ടി വരുമല്ലോ ഇനി വേണ്ട. ഓടിക്കും. ഇത് കുറച്ച് എനിക്ക് തോന്നുന്നു 80s മേ ബി കണക്ട് ചെയ്യാൻ പറ്റുമായിരിക്കും ഈ പാട്ട്. ഓക്കെ. നിന്റെ നൂപുരമർമരം ഒന്നു കേൾക്കാനായി വന്നു ഞാൻ, നിന്റെ സാന്ത്വന വേദിയിൽ രാഗലോലമായി ജീവിതം. ഇത് കഴിഞ്ഞ ഹൈപ്പിച്ച ഞാൻ പാടുന്നില്ല, ഞാൻ അങ്ങോട്ടൊന്ന് പോകട്ടെ. വെറിയല് വരും. ആരാ? അങ്ങോട്ട്. അയ്യോ, അതിങ്ങോട്ട് പോയി. എന്തിനു വേറൊരു സൂര്യോദയം. ബ്യൂട്ടിഫുൾ. ഇതിന് സമ്മാനമില്ലേ? അതിന് മാത്രം ഉള്ളായിരുന്നു. ഒരു ഗ്യാപ്പ് എടുക്കണേ. വെരി സോറി, പക്ഷെ നമ്മൾ അനൗൺസ് ചെയ്ത കാർ നമ്പേഴ്സ് ഒന്ന് പ്ലീസ്
പാർക്കിങ്ങിൽ നിന്ന് അത് മാറ്റാമെങ്കിൽ കെൻ വി പ്ലീസ് ഹാവ് ദാറ്റ് കാർ നമ്പേഴ്സ് ഓൺ സ്ക്രീൻ? നമുക്ക് ആ ഫോട്ടോസ് ഉണ്ടായിരുന്നു. കാരണം ഇവിടുന്ന് വണ്ടികൾക്ക് പുറത്തേക്ക് പോകാൻ പറ്റുന്നില്ല. ദാറ്റ്സ് ദ പ്രോബ്ലം. സോ വി റിക്വസ്റ്റ് യു to kindly move your cars from the parking slot, these respective number of cars. ഇത് പാർക്കിംഗ് സ്ലോട്ടിൽ നിന്ന് ഒന്ന് മൂവ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇവിടെ ഉള്ള ബാക്കി വണ്ടികൾക്ക് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടായിരുന്നു. വെരി സോറി ചേച്ചി. ആർക്കും വലിയൊരു ഇതില്ലല്ലോ, സുഖം ഇല്ലല്ലോ. എന്തായി അല്ലേ? അതെ അതെ, ഒരാൾക്ക് 100 രൂപ തരാം അല്ലേ? 100 rupees. ഒരാൾക്ക് 100 രൂപ. ഞാൻ എന്റെ പോക്കറ്റിൽ നിന്ന് ഒരാൾക്ക് 100 രൂപ തരുന്നു. ഇപ്പൊ തൊട്ട് സമ്മാനം വേറെ. ഇപ്പൊ തൊട്ട് ഗസ് ചെയ്യുന്ന ആൾക്ക് ഒരാൾക്ക് 100 രൂപ വെച്ച് ഞാൻ എന്റെ പോക്കറ്റ് കാലിയാക്കുകയോ ചെയ്യുന്നു. ഓക്കെ, സോ നെക്സ്റ്റ് സോങ്. മുക്കുത്തി ചാന്തിനായി കുറി വരച്ചു നിൽക്കുന്ന കല്യാണ പെണ്ണാണു നീ. മുക്കുറ്റി ചാന്തിനാൽ കുറി വരച്ച് നിൽക്കുന്ന കല്യാണ പെണ്ണാണു നീ. ഒരാളുണ്ട് ചേട്ടാ, ഈ കൈ പൊക്കിയത് ഫസ്റ്റ് ചേച്ചിയായിരുന്നേ. പൂങ്കാറ്റേ പോയി ചൊല്ലാമോ, തെക്കൻ പൂങ്കാറ്റേ പോയി ചൊല്ലാമോ, നീലക്കണ്ണുള്ള എൻ പെണ്ണോട് നിന്റെ ഉള്ളിലുള്ള മോഹമൊന്നു ചൊല്ലാമോ നീ. സൂപ്പർ. 100 രൂപ എന്ന് പറഞ്ഞപ്പോൾ മൊത്തം പാട്ട് പാടിയത് കണ്ടു വെച്ച്. നമുക്കിനി അടുത്ത സോങ് നോക്കാം. ഈ പാട്ട് എല്ലാവർക്കും അറിയായിരിക്കും. ഒരു മിനിറ്റ്. ആനച്ചന്തം പൊന്നാമ്പൽ ചമയം നിന്നാണച്ചിമിഴിൽ കണ്ടില്ല. വരൂ മൈക്ക് അവിടെ കൈപോക്കിക്കേ മോളെ. ആരാ ആദ്യം കൈപോക്കിയ? ആരാ ചേച്ചി? ബാക്ക്. ഓക്കെ, നമുക്ക് തിരിച്ച് ഞാൻ അങ്ങോട്ട് വരാം. ആ മോള് അപ്പത്തൊട്ട് കൈ പൊക്കുന്നുണ്ട്. അയ്യോ, അത് മോളല്ലല്ലോ ചേച്ചി, സോറി. കരിമിഴി കുരുവിയെ കണ്ടീലാനിൻ ചിരിമഴി ചിലമ്പൊലി കേട്ടീലാനി പണ്ടേ എന്നോടൊന്നും മിണ്ടീല. കരിമിഴി കുരുവിയെ കണ്ടീലാനിൻ ചിരിമണി ചിലമ്പൊലി കേട്ടീലാനി പണ്ടേ എന്നോടൊന്നും മിണ്ടീല. വെരി നൈസ്. അടുത്തത് പോവാം. ചേച്ചി, എന്റെ 200 രൂപ പോയി കിട്ടിയ. ഇനി 500 രൂപ വരെ പാടാം, അത് കഴിഞ്ഞാൽ നിർത്തിയേക്കാൻ ഞാൻ. ഓക്കെ, ഇനി അടുത്തത്. മന്ത്രത്താൽ പായുന്ന കുതിരയെ മാണിക്ക കയ്യാൽ തൊടാം, ഗന്ധർവൻ പാടുന്ന മുകിലത്. ഹൈപ്പിച്ചാണ് ആദ്യം കൈപോക്കിയത്. ഓക്കെ, തെറ്റിച്ച് പറയണേ പ്ലീസ്. തുമ്പക്കുടത്തിൻ തുഞ്ചത്തായാലിടാം, ആകാശ പൊന്നായ നിരകളിലായത്തിൽ തൊട്ടേ വരാം. ശരി, അപ്പൊ പാട്ടൊക്കെ മതിയായി. ഇനി ഒരു സൂത്രപ്പണിയുണ്ട് കേട്ടാ. ഇപ്പൊ എല്ലാവരും മിണ്ടാണ്ടിരിക്കുകയാണ്. എനിക്കറിയില്ല ഇത് എങ്ങനെ പോകുന്നുള്ളത്, എനിക്കൊരു പേടിയുണ്ട്. ഇംഗ്ലീഷിൽ പറയാം, ആ പാട്ട് നിങ്ങൾ മലയാളത്തിൽ പറയണം. ഓക്കെ? ഇതിൽ ദയവായിട്ട് മൊബൈൽ ഫോൺ മാറ്റി വയ്ക്കുക. എനിക്കറിയാം ഇപ്പോൾ AI ഉണ്ട്, ഗൂഗിൾ പിന്നെ പഴയതായി അല്ലേ. അപ്പം അതിൽ പെട്ടെന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇത് സംഭവം പിടികിട്ടും. അപ്പോൾ ഇതെന്തായാലും ഞാനൊന്ന് സ്റ്റാർട്ട് ചെയ്യാം, നോക്കാം നമുക്ക് എത്ര ദൂരം പറ്റുന്നുണ്ട്. ചേച്ചി, ഇതിന് 100 രൂപ കൊടുക്കണോ? വേണ്ട, വന്നേക്ക്. ഇല്ല, കൊടുത്തേക്കാം. കൊടുക്കുകയാണെങ്കിൽ എനിക്ക് പ്രശ്നമില്ല, കൊടുത്തേക്കാം. ഓക്കെ. ഇതൊരു പുതിയ പാട്ടാണ് കേട്ടോ. ഹേ ഗേൾ, വാട്ട് ഈസ് ഇൻ ദ കോർണർ ഓഫ് യുവർ ഐസ്, വാട്ട് ആർ യു സെർച്ചിങ് ഫോർ? ആർക്കെങ്കിലും പിടികിട്ടിയോ? പുതിയൊരു പാട്ടാണ്. ഇതിന്റെ മലയാള പാട്ട് ഏതാന്ന് പറയണല്ലേ? അതെ, അതിന്റെ മലയാള പാട്ട് ഏതാന്ന് കണ്ടുപിടിക്കണം. ഹേ ഗേൾ, വാട്ട് ആർ യു സെർച്ചിങ് ഫോർ? കേൾവി ഞാനും ഇവിടത്തെ ഞാനും ഒക്കെ വേണ്ടി വരും.
ഇത് ഓക്കെ, നിങ്ങളുടെ ഉള്ളിലുള്ള ചാറ്റ് GPT ഒന്ന് ഉണർത്തൂ. എന്തായിരുന്നു ആ പാട്ടിന്റെ ഹേ ഗേൾ? Hey girl, what is in the corner of your eyes? What are you searching for? മുമ്പേ കൈപോക്കിയവരുടെ ആവേശമൊന്നും ഇപ്പൊ കാണുന്നില്ലല്ലോ. എവിടെ ചേച്ചി ഒരു ക്ലൂ വേണേ നമുക്ക് കൊടുക്കാം. പുതിയ പാട്ട്. പുതിയ പാട്ട് ആരാണ് നടൻ? അവിടെ കൈവക്കി. ഗൂഗിൾ ചെയ്തിട്ടില്ലല്ലോ, ഞാൻ ഹിസ്റ്ററി നോക്കും. വേർഡ്സ് ഒന്നും നമുക്കും അറിയില്ല. Okay, okay. ഇപ്പത്തെ പാട്ട് വേർഡ്സ് ഒക്കെ നമുക്കറിയില്ല. ഓക്കെ, ഷി ഗോട്ട് ഇറ്റ്. ഓക്കെ, ഇത് കുറച്ച് പാടായിരിക്കും തോന്നുന്നു. ലൈക്ക് ദ സെവൻത് കളർ ഓഫ് റെയിൻബോ, എ മാജിക്കൽ ബ്യൂട്ടി ഓൺ യുവർ സോഫ്റ്റ് ചിക്സ്. ലൈക്ക് ദ ഞാൻ സെവൻത് എന്നെ ഇപ്പൊ കളർ ഓഫ് തപ്പണ്ടി റെയിൻബോ. വരും തോന്നുന്നു. ചേച്ചി ഒന്നും കൂടെ പറയുക. ലൈക്ക് ദ സെവൻത് കളർ ഓഫ് റെയിൻബോ. Like the seventh color of your rainbow, a magical beauty on your soft cheeks. ദൂരെ ഒരു മഴവില്ലിൻ നീലവർണ്ണങ്ങൾ. കേട്ടിട്ടുണ്ടോ ഈ പാട്ട്? കേട്ടിട്ടുണ്ടോ? ഒരു തല ഇങ്ങനെ അനക്കാൻ വയ്യ, യെസ് എന്ന് പറയാൻ വയ്യ. ഇതെന്തോന്ന്? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ഓ, മോൻ പറഞ്ഞാലേ അത് കേൾക്കുള്ളൂ അല്ലേ? ശരി മോനെ ഇങ്ങ് വാ. പിന്നെ മോന് പാടണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അത് നമ്മൾ ഇപ്പം തന്നെ ഇവിടെ തന്നെ നമ്മൾ സാധിച്ചു കൊടുത്തിരിക്കുന്നു. വാ ചേച്ചി ഞാൻ വെറുതെ വാ. കുഴപ്പമില്ല, ഇപ്പം ഞാനെങ്ങനെ പാടിയേ? ഞാൻ വെറുതെ പറഞ്ഞതാ പാടുന്നത്. അതൊന്നുമില്ല, ബെബെന്നൊന്നും വേണ്ട, അങ്ങനെ പാടിയാലും മതി. നമുക്ക് ഏതായാലും ടൈം പാസ് ചെയ്തേ പറ്റൂ. അപ്പം ഒരു വഴിയില്ല. ആ പഠിക്കൂ. ഞാൻ പാടണോ? ഇത് മലയാളത്തിലേക്ക്? അതെ അതെ, മലയാളത്തിലേക്ക് തന്നെ. ഇത് തെളിച്ചു പിടി, എനിക്ക് കണ്ണും കാണുന്നില്ല. ഓക്കെ, പ്രായമായിപ്പോയി. എനിക്ക് പാട്ട് ഓക്കെ. നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു പാട്ടാണ്, കുറച്ച് പഴയ പാട്ടാണ്. പക്ഷെ എന്നാലും ഐ തിങ്ക് മോസ്റ്റ് ഓഫ് us would have heard this song. Making a nest of mirrors, lining eyes and wearing bindi. അക്ഷതയെ കേട്ടെ. കണ്ണാടി കൂടും കൂട്ടി പാട്ടാരനും കേട്ടിട്ടുണ്ടോ? കൂടും കൂട്ടി കണ്ണെഴുതി പൊട്ടും തൊട്ട് കാവളം പൈങ്കിളി വായോ. So with this I'm just ending it. ഓക്കെ, എനിക്ക് പാട്ട് പാടുന്നുള്ള ആഗ്രഹവും ഇതിന്റെ കൂടെ. താങ്ക് യു ഫോർ ഗിവിങ് മി ദിസ് ഓപ്പർച്യൂണിറ്റി. ഇക്കൊല്ലം ഞാൻ സ്റ്റേജിൽ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം. താങ്ക് യു ഫോർ കലാകാരലി. ഓ ഇവർ കളർ കോഡിങ്ങും ആണ്. ഈവൻ മീ ആൻഡ് ചേച്ചി ആർ ഓൾസോ മാച്ചിങ്. യാ, നമുക്കൊരു ഫോട്ടോ എടുക്കാം. ചേട്ടാ ആരും ഇല്ലേ? കുഴപ്പമില്ല. ഓക്കെ, താങ്ക് യു ചേച്ചി. മൊബൈലൊന്ന് എടുത്തോളൂ. ആരൊക്കെ സ്വന്തക്കാരും ബന്ധുക്കളൊക്കെ ഉണ്ട്, ചെന്ന് എടുത്തേക്കണേ.